നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 28-നാണ് ഇസ്രായേൽ അമേരിക്കയും കൂടി ഒരുമിച്ച് ഇറാനെ ആക്രമിക്കുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിച്ചടികളാണ് കാണാൻ സാധിച്ചത്. അതിനൊരു ഇടവേളയിൽ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും കൂടെ അധികം ഒരു ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഘടിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വാർത്ത കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരിടത്ത് സൈനിക ബേസ്, അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണെങ്കിൽ മറ്റൊരിടത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളടക്കം പോകുന്ന വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളുണ്ട്. ഒരുപക്ഷെ അത് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം വീണ്ടും കടുപ്പിക്കുന്ന ഒരു വാർത്തകൾ പുറത്തു വരുന്നത്. ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും ആദ്യമൊക്കെ ഒരു ഹരം ഉണ്ടായിരുന്നിരിക്കും. കാരണം ഇറാൻ ഭരണകൂടം അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്, അവിടെ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂടമാണ്, അതിനുടൻ തന്നെ അന്ത്യം വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഇത് മടുത്തു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിച്ചാൽ മതി എന്നായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കാം? ഒന്ന് ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം തന്നെയാണ്. ഒരു തരത്തിലും അവരുടെ ഒരു ഏറ്റവും വലിയൊരു തലവനെ നഷ്ടപ്പെട്ടിട്ടും ഒറ്റക്കെട്ടായിട്ട് പൊരുതുന്ന ഒരു ഇറാനെയാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ. അതെ, എങ്ങനെയെങ്കിലും ഇവർ ഈ യുദ്ധം അവസാനിപ്പിച്ചുകൂടെ? ഇറാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഈ ഇസ്രായേലിന് എന്താ ഇത്രയും വലിയ യുദ്ധക്കൊതി എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അത് നമ്മളെയും ബാധിക്കുകയാണ്. അതെ, ഗ്യാസ് വരുന്നില്ല, എണ്ണ വരുന്നില്ല. എണ്ണയ്ക്ക് നമുക്ക് വേറെ സോഴ്സുകൾ ഉണ്ടെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില വർദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വിചാരം ഇതുവരെ പോയിട്ടുള്ളത്. പക്ഷേ ഇതിനപ്പുറത്താണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഒരു സങ്കീർണത എന്ന് പറഞ്ഞാൽ. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ യുദ്ധം നിർത്തി പോകാൻ കഴിയില്ല. അങ്ങനെ അവർ പോയാൽ ഇസ്രായേൽ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും. ആ സമയത്ത് ഇസ്രായേൽ മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് ബാധിക്കും. ലോകത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തെ ബാധിക്കുന്ന തരത്തിലൊരു ആണവ സ്ഫോടനം ഈ ലോകത്ത് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധം മതിയാക്കി മുന്നോട്ട് പോകാത്തത്. കാരണം അമേരിക്കയ്ക്ക് ലക്ഷം കോടികൾ ചിലവായിരിക്കുന്നു. ഇസ്രായേലിനും അങ്ങനെ തന്നെയാണ്. തലവേദന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സങ്കീർണതകൾ, വിലക്കയറ്റം ഇതൊക്കെ ഉണ്ടാകുന്നു. എന്നിട്ടും ഇവരെന്തുകൊണ്ടാണ് യുദ്ധം നിർത്താത്തത്? കാരണം ഇറാൻ ഇപ്പോഴും അപകടകാരിയാണ്. കാരണം അമേരിക്ക ഇപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കരുത്, ആണവായുധങ്ങൾ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത് നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പല മാധ്യമപ്രവർത്തകരും പറയുന്നുണ്ട്, ഇതെന്താ അമേരിക്ക ഇങ്ങനെ ലോക പോലീസ് കളിക്കുന്നത്? ഒരു ആണവായുധം ഉണ്ടാക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരു രാജ്യത്തിൻ്റെ തീരുമാനമല്ലേ? ഒരു രാജ്യത്തിൻ്റെ ആണവായുധം ആരെങ്കിലും എടുത്ത് മറ്റൊരു രാജ്യത്തിന് കൊടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്, ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല. വാസ്തവം എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയോ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമമോ ഒന്നുമല്ല, ഇസ്രായേലിനെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഇതൊരു പകയാണ്. ഈ പക മുന്നോട്ട് നയിക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെയുള്ളത്. ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആണവായുധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആണവായുധത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അത് അടുത്ത് തന്നെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തി. എന്നാണോ ആണവായുധം അവർ ഉണ്ടാക്കി കഴിയുന്നത്, എന്നാണോ ആണവായുധം അവർക്ക് പ്രയോഗിക്കാനുള്ള സാങ്കേതികവിദ്യ വരുന്നത്, അന്ന് അവർ ഇസ്രായേലിനെ തീർക്കും. പരസ്യമായി തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അയത്തുള്ള ഖമീനിയുടെ പ്രഖ്യാപനം തന്നെ അതാണ്. അതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും എല്ലാം ഭയപ്പെടുന്നത് ഈ ഒരു ഇറാനെ തടയിടാനായി. അപ്പോഴും പലരും പറയുന്നുണ്ട്, ഇറാൻ ഈ പറയുന്ന ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആണവ നിലയങ്ങൾ ഉണ്ടാക്കുന്നത്, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്. അമേരിക്കയ്ക്ക് ആയുധമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇറാന് പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോട് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്, ഞങ്ങൾക്ക് മിലിറ്ററി ന്യൂക്ലിയർ പവർ ഇല്ല, ഞങ്ങൾക്ക് സിവിലിയൻ ആവശ്യത്തിനാണ് ആണവ ആയുധങ്ങൾ വേണ്ടത്. പക്ഷേ വൈദ്യുതി നിലയങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഊർജ്ജ ആവശ്യത്തിന് 20% സമ്പുഷ്ടീകരിച്ച യുറേനിയം മതി. ഇറാൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമാണ്. 90% ഇതെത്തിയാൽ, ഇതിങ്ങനെ സമ്പുഷ്ടീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, 90% ഇതെത്തിയാൽ അത് അണുബോംബ് ഉണ്ടാക്കാനുള്ള
ഇന്ധനം ഫ്യൂവലായി കഴിഞ്ഞു. ആ നിമിഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അപ്പോൾ ഈ 60% നിന്ന് 90% ആകാൻ വലിയ സമയമൊന്നും വേണ്ട. ആ ഘട്ടത്തിലാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജൂണിൽ നടന്ന ഒരു ആക്രമണം നമുക്കറിയാം. ഇറാൻ ഈ പറയുന്ന സ്റ്റോക്ക് പൈൽ, അതായത് ഈ യുറേനിയത്തിൻ്റെ സ്റ്റോക്ക് മുഴുവൻ 3 ഭാഗിച്ച് 3 കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ 3 ആണവ നിലയങ്ങളാണ് ഇറാൻ്റെ ഇസ്ഫഹാൻ ആണവ നിലയം, ഫോർദോ ആണവ നിലയം, അതുപോലെ തന്നെ നത്താൻസ്. ഈ 3 ആണവ നിലയങ്ങളുമാണ് അന്ന് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തത്. പക്ഷേ ഇത് പർവ്വതങ്ങൾക്കടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഭൂഗർഭ അറകളിലാണ് ഈ പറയുന്ന റിയാക്ടറുകൾ ഉള്ളത്. അതുകൊണ്ട് ഈ ഇറാൻ്റെ ആണവായുധങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അന്ന് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ ഇനി ആണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഈ ആക്രമണത്തിന് ശേഷം ട്രംപ് പറഞ്ഞത്. പക്ഷേ അമേരിക്കയുടെ ഇൻ്റലിജൻസ് അത് കൃത്യമായി കണ്ടെത്തി, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ യുറേനിയം മണ്ണിനടിയിലേക്ക് അവിടെ മണ്ണിട്ട് മൂടാനായിട്ട് ഈ ആക്രമണത്തിന് സാധിച്ചു. അതായത് അവിടെ ബോംബാക്രമണത്തിൻ്റെ ശക്തമായ ഫലമായിട്ട് ഇതെല്ലാം ഭൂമിക്കടിയിലായിപ്പോയി. അത് ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ ഇത് തോണ്ടിയെടുക്കാൻ കഴിയും എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അത് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് ഈ പറയുന്ന സൈറ്റുകളിലെല്ലാം JCBകളും അതുപോലെ തന്നെ ട്രക്കുകളെയും ഒക്കെ കാണാം. അതായത് ഇവർ അത് തുരന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആണവ ആയുധം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അത് ഒരു കാരണവശാലും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നത് ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടിയാണ്, ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ന നിലപാടിൽ നിന്നും ഇതുവരെ ഇറാൻ പിന്നോട്ട് പോയിട്ടുമില്ല. ഇറാൻ്റെ ഈ അമേരിക്കയുടെ മുന്നിൽ 2 കാര്യങ്ങളാണുള്ളത്. ആ 2 കാര്യങ്ങൾ നടന്നാൽ അമേരിക്കയ്ക്ക് ആക്രമണം നടത്താം. ഒന്ന്, ഈ പറയുന്ന ഖമേനി ഭരണകൂടം അവസാനിക്കണം. 2, അല്ല എങ്കിൽ ഈ ആണവായുധം മുഴുവൻ ഇവരെ സമ്മർദ്ദത്തിലാക്കി ഇതുവരെയുള്ള എൻട്രിച്ച് ചെയ്ത യുറേനിയം മുഴുവൻ അമേരിക്കയുടെ കൈവശമാക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ മാറ്റണം. അമേരിക്ക ഇത് കസാക്കിസ്ഥാനിലേക്ക് മാറ്റാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് മാറ്റിയാൽ മാത്രമേ അമേരിക്ക സേഫാണ് അല്ലെങ്കിൽ ഇസ്രായേൽ സേഫാണെന്ന് പറയാൻ കഴിയൂ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ 28-ാം തീയതി നടന്ന ആദ്യ ആക്രമണത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചു കഴിഞ്ഞു. അതുവരെ ഇറാൻ അത്ര അപകടകാരിയല്ല. പക്ഷേ ഈ ആയത്തുള്ള ഖമേനിയെ വധിച്ചതിൻ്റെ പക അത് IRGCയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നാണോ അമേരിക്ക പുറത്തേക്ക് പോകുന്നത്, ആക്രമണം നിർത്തുന്നത്, എന്നാണോ ഇറാൻ്റെ കയ്യിൽ ബോംബുണ്ടാകുന്നത്, അന്ന് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇട്ട് പണി കൊടുത്തിട്ട് ലോകം മുഴുവൻ തങ്ങളും നശിച്ചു പോയാലും ഞങ്ങൾ ചാവേറായിട്ടാണെങ്കിൽ പോലും ഈ ആണവായുധം പ്രയോഗിക്കുമെന്നൊരു വലിയ അപകടകാരിയായ ചിന്തയിലേക്ക് ഇപ്പോൾ ഇറാൻ വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇസ്രായേലിലേക്ക് ഒരു രീതി കണ്ടിട്ടുണ്ട്. അവരെ ഏറ്റവും അവരുടെ ആക്രമിക്കുന്ന ശത്രുക്കളുടെ ഒരു തലവനെ, ഇപ്പോൾ ഹമാസിൻ്റെ ആണെങ്കിലും ഹിസ്ബുള്ളുകളുടെ ആണെങ്കിലും ഹൂത്തികളുടെ ആണെങ്കിലും ഏറ്റവും മുതിർന്ന ഒരു തലവനെ വധിക്കുന്നു. അതോടുകൂടി അവരുടെ മറ്റുള്ള താഴെയുള്ള ആളുകളുടെയൊക്കെ തന്നെ ആത്മവിശ്വാസം തകർത്ത് അവരെ പൂർണ്ണമായിട്ടും ആയുധം താഴെ വയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞാൽ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചു എന്ന് തന്നെ വേണം പറയാം. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇറാൻ കീഴടങ്ങും, അല്ലെങ്കിൽ ഇറാനിൽ ഈ പറഞ്ഞതുപോലൊരു ഭരണമാറ്റം. അപ്പോഴേക്കും അവിടെ ആഭ്യന്തര കലാപം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഇറാൻ ആയുധം വെച്ച് കീഴടങ്ങും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പൊരുതി നിൽക്കുന്നത്. ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കില്ല, പക്ഷേ ആരും കരുതിയില്ല ഇറാൻ ഇത്രയും കാലം, ഈ പറഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇറാൻ ഇത്രത്തോളം അമേരിക്കയുമായി ഏറ്റുമുട്ടലായി നിൽക്കുമെന്ന് കരുതിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു ആക്രമണമാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഹോർമുസ് കടലിടുക്ക് അവിടെയുള്ള ഒരു പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഇപ്പോൾ പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മളടക്കം ഇവിടെ വന്ന് ചോദിക്കും, അത് അവിടെയല്ലേ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ലല്ലോ എന്നുള്ളത്. ഇപ്പോഴും ഹോർമുസ് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇനിയും വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലടക്കം ഈ പ്രതിസന്ധി ഇനിയും കൂടാനുള്ള സാധ്യതയല്ലേ മുമ്പിൽ കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ഹോർമൂസിനെ എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു. വഴികൾ കണ്ട, കാരണം ഇതിൽ കിടന്ന് ഈ 2 ഭ്രാന്തന്മാർ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇവരെ തമ്മിൽ എന്തെങ്കിലും ഒരു സമവായത്തിൽ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരവരുടേത് വഴികൾ തേടുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ളത്. ഇപ്പോൾ ഇന്ത്യ UAE-യുമായി ഇന്ത്യയുടെ ഈ എണ്ണ ഓയിൽ റിസർവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹോർമൂസിനെ മറികടന്ന് എണ്ണ ഈ ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ സംവിധാനമുള്ള ഏക രാജ്യമാണ് UAE. ആ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ പുറത്തു പോകുന്ന എണ്ണയുടെ അത്രയും എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ശേഷി ഇരട്ടിയാക്കാനുള്ള പണി ഇപ്പോൾ UAE നടത്തുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഇരട്ടിയാക്കുമ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ഒരു വിഹിതം കിട്ടുക എന്നുള്ളതായിരിക്കാം അമേരിക്കയും UAEയും ഇന്ത്യയും തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒമാൻ്റെ തീരമാണ് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക്. പക്ഷേ ഒമാൻ്റെ കയറ്റുമതി മുഴുവൻ കടലിടുക്കിന് പുറത്താണ്. അപ്പോൾ ഒമാനിൽ നിന്നും നിർബാധം നമുക്ക് എണ്ണ എത്തിക്കാം. അങ്ങനെ മറ്റു പല രാജ്യങ്ങളും എണ്ണ മറ്റ് ബൈ റൂട്ടുകളിലൂടെ ഇസ്രായേൽ മറ്റേതോ വഴി കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റ് ഏതെങ്കിലും വഴികളിലൂടെ കൊണ്ടുപോയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഈ ഹോർമൂസും കെട്ടിപ്പിടിച്ച് ഇറാൻ അവിടെ ഇരുന്നോട്ടെ എന്നൊരു രീതി പല രാജ്യങ്ങളും ഇപ്പോൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ അവർക്ക് അവരുടേതായ റൂട്ട് ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇന്ത്യ ഇപ്പോൾ മറ്റ് പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പോലും എണ്ണയുടെ സോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു വില കൂടുന്നുണ്ട്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ വളരെ കൂടുതലാണെന്നുള്ളത് കൊണ്ട് തന്നെ UAEയുമായി ഇന്ത്യ കരാറിൽ ഒപ്പിടുന്നുണ്ട്. പാചകവാതകം എത്തിക്കാനുള്ള മറ്റ് ചില സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. അത് ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരിക്കലും എന്തുകൊണ്ട് ഇറാനെ തകർക്കാൻ പറ്റുന്നില്ല? അത് ഇറാൻ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്തൊരു സൈനിക ഘടനയാണ്. ഇറാൻ്റെ IRGCയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു കരയുദ്ധം തന്നെ വേണ്ടി വരും. അമേരിക്കയ്ക്ക് അവിടെ നിന്നും ഇവിടെ എത്തി ഒരു കരയുദ്ധം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ആൾനാശം ഉണ്ടാക്കുന്നതാണ്. അന്തിമ വിജയം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ആയിരിക്കുമെങ്കിലും അവിടെ ഒരു ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക അതിന് മുതിരില്ല. മാത്രമല്ല ഇറാൻ്റെ സൈന്യം എന്ന് പറയുന്ന ഈ പറയുന്ന IRGC മാത്രമല്ല, ഇസ്രായേലിനെ ചുറ്റും നിൽക്കുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇതെല്ലാം ഇറാൻ്റെ സൈന്യം തന്നെയാണ്. അത് ഹൂത്തികൾ വേറൊരു പേരിട്ട് അവരവിടെ എവിടെയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് മാത്രം. ഇത് ഇറാൻ്റെ തന്ത്രമാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനുണ്ട്. ഒരു കാരണവശാലും ഇസ്രായേലിന് അതിൽ നിന്നൊരു മുക്തിയില്ല. അപ്പോൾ അത് ഇറാൻ്റെ ഒരു തന്ത്രമാണ്. ഇനിയും ഇറാൻ്റെ സൈനിക ശേഷി മുഴുവൻ ഇങ്ങനെ ആക്രമണത്തിലൂടെ നശിപ്പിക്കണം എന്ന് ഇസ്രായേൽ പറയുന്നത് അതുകൊണ്ടാണ്. ഇസ്രായേൽ ഒരു ഭാഗത്തൂടെ ഹമാസിനെ ഇല്ലാതാക്കുമ്പോൾ അടുത്ത് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുമ്പോൾ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകും. ഒരു പരിധിവരെ പ്രോക്സീസിനെ ഇസ്രായേൽ ഏതാണ്ട് തീർത്തിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ചുറ്റും ഭീഷണി വിതയ്ക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അതാണ് ഇറാൻ്റെ ഒരു അപകടകാരിയായ മുഖം. പക്ഷേ ഇറാൻ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ വലിയ സഹകരണത്തിലാണെന്ന്. ഇപ്പോൾ ഇന്ത്യയോടാണെങ്കിൽ പോലും തന്ത്രപരമായ സഹകരണമുണ്ട്. പക്ഷേ ഇസ്രായേലിനോട് എന്തോ അവരുടെ ഒരു പക അതിപ്പോഴും പണ്ട് സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു. അപ്പോൾ ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ ഈ പക നശിക്കണം. ഈ സുന്നി ഷിയ ആ പറയുന്ന തർക്കമാണല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അപ്പം അത് മാറണം. അല്ലെങ്കിൽ ഇസ്രായേലും അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള കുടിപ്പക മാറുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നാൽ മാത്രമേ ഇതിനൊരു അന്തിമ പരിഹാരം ഉണ്ടാകൂ. അതുപോലെ ഈ മതഭ്രാന്ത് ഭരണകൂടത്തിൽ നിന്ന് ഇല്ലാതാവണം. പക്ഷെ ഇപ്പൊ മധ്യസ്ഥതയ്ക്കായിട്ട് ആരും എത്തുന്നില്ല. പണ്ട് പാകിസ്ഥാനായിരുന്നു വന്നിരുന്നത്. പാകിസ്ഥാൻ ഓടിത്തള്ളി. ഇപ്പൊ അവിടെ ഉള്ളതൊക്കെ നടന്നതൊക്കെ അങ്ങ് പാളിപ്പോയി. പിന്നെയും വാർത്തകൾ കേട്ടിരുന്നു, അമേരിക്കയുടെ പ്രതിനിധി വരാൻ ചാൻസ് ഉണ്ട്, ഇറാന്റെ പ്രതിനിധി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ പാളിപ്പോയി. ഇപ്പൊ മധ്യസ്ഥതയ്ക്കും ആരും വരാനില്ല. മുന്നിട്ടിറങ്ങി സംസാരിക്കാൻ ഇപ്പോൾ ആരും വരാനില്ലാത്തൊരവസ്ഥയാണ്. ഇല്ല, പാകിസ്ഥാൻ ഒരു ഓർഗാനിക് മീഡിയേറ്റർ അല്ല. പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായി മാറിക്കഴിഞ്ഞു. അമേരിക്ക പറയാണ് നീ ഇവിടെ പോയിട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞു നോക്ക് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ പോയിട്ട് ഇറാനോട് ഇങ്ങനെ പറയും. അത് മധ്യസ്ഥത എന്ന ഒരു റോളിലേക്ക് അമേരിക്ക എടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന രാജ്യമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു വലിയ ചതി ചെയ്തു. അമേരിക്ക ഇറാൻ്റെ യുദ്ധവിമാനങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ രഹസ്യമായി ഇറാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇവിടെ കൊണ്ട് രഹസ്യമായി സൂക്ഷിച്ചു. ഇത് അമേരിക്ക കയ്യോടെ പിടിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ്റെ പേര് മധ്യസ്ഥ രാഷ്ട്രങ്ങളിൽ നിന്ന് വെട്ടി. ഇപ്പോൾ മധ്യസ്ഥം വഹിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. പക്ഷെ അവർക്കും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അമേരിക്കയുടെ ഒരു നിസ്സഹായത അവസ്ഥയാണ്, ഊരിപ്പോകാൻ പറ്റാത്തൊരവസ്ഥ. അമേരിക്ക അതുകൊണ്ട് തന്നെ ഈ ആണവായുധത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ്. ഹോർമൂസ് കടലിടുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് പ്രാധാന്യമാകുന്നത്? അതിനകത്തേക്ക് കിടക്കുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ എണ്ണയുൽപാദക രാജ്യങ്ങളായതുകൊണ്ടാണ്. ആ രാജ്യങ്ങളുടെ ചെലവിലാണ് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുന്നത്. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ആരാണ് തിരിഞ്ഞു നോക്കാൻ പോകുന്നത്? അവിടെ വരുന്ന കപ്പലുകൾക്ക് വൻ തുക ചുങ്കം ചുമത്തിയിട്ട്, നികുതി ചുമത്തിയിട്ട് തടിച്ചു കൊഴുക്കുകയാണ് ഇറാൻ. അപ്പോൾ അത് പാടില്ല, അതൊരു സ്വതന്ത്ര മേഖലയാക്കി മാറ്റണം എന്നാണ്. ആരെങ്കിലും ഒരാളുടെ അധീനതയിൽ ഈ ഹോർമൂസ് വരണ്ട എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇറാൻ ഹോർമൂസ് തങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒമാനെയും കൂട്ടാം എന്നൊരു ചിന്താഗതി ഇറാനുണ്ട്. പക്ഷേ ഇറാൻ്റെ കടുംപിടുത്തം, പിടിവാശി, ഇതൊക്കെയാണ് ഒരു പരിധിവരെ ഈ സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നത്.
ഏതായാലും ഗൾഫ് രാജ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, അത് തുടങ്ങിയപ്പോഴും ഗൾഫ് രാജ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ മലയാളികളടക്കം ഒരുപാട് പ്രവാസികൾ അവിടെ ഉണ്ട് എന്നറിയാം. അവരുടെയൊക്കെ തന്നെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടോ? അതിന് ബദലായിട്ടുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്നൊരു മാറ്റം അത് ആർക്കും പറ്റത്തില്ല. തീർച്ചയായിട്ടും യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് കൂടുതൽ നമുക്ക് വിശദാംശങ്ങളായിട്ട് വരാം. അതുവരേക്കും നമസ്കാരം.